Cost-effective construction. Background. The important need and everyone's dream to have their own home with individual needs. Since India is a developing country, the economy have importance. The housing is so impacted with the cost-based construction. So there are various cost-effective techniques of construction. Lots of them are also energy efficient and easily adoptable. Justification of cost-effective constructions are essential requirement to human existence is a home next only to food and clothing. A breakthrough for application of sustainable and cost-effective technologies for better housing in rural and urban areas is an urgent need considering spiraling construction costs. There is a need for the adoption of strong, durable, environment-friendly, ecologically appropriate, energy-efficient, and yet cost-effective materials and appropriate technologies in construction. Laurie Baker is one who worked on cost-effective construction technique as its best. Baker showed, in fact, that sustainable technologies, when adopted with care and creativity, could lead to a unique architectural expression, one that moved the expert and the layman alike. Proper material is the basic need to develop any construction technique. Brick, wood, stone are three major materials which can be used in India for any type of construction. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനിൽ കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ബിൽഡിംഗ് കോസ്റ്റ്. അതായത് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ബിൽഡിംഗ് മെറ്റീരിയലും ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ലേബേഴ്സിൻ്റെ കോസ്റ്റിനെയും രണ്ട് കോസ്റ്റായിട്ടാണ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. അതിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, നെയിംലി ബിൽഡിംഗ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ലേബർ കോസ്റ്റ്. സെക്കൻഡ് വൺ, സൈസ്. അതായത് സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റും അതേപോലെ തന്നെ ലേബർമാരുടെ നമ്പർ ഓഫ് ഡേയ്സും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ വെൻ ദ സ്ക്വയർ ഫീറ്റ് ഇൻക്രീസസ്, ദ റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ് വൺ, ടൈപ്പ്. അതായത് കോംപ്ലക്സിറ്റി കൂടുതലുള്ള ബിൽഡിങ്ങിന് നോർമൽ ബിൽഡിങ്ങിനേക്കാളും കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു ഓഡിറ്റോറിയോ മോളോ സ്കൂളോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് കോംപ്ലക്സിറ്റി ഏതിനാണോ കൂടുതൽ അതിന് കോസ്റ്റ് കൂടും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പണിയുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ച്, ഇപ്പോൾ ക്ലേയുടെ ഏരിയയിലാണ് അല്ലെങ്കിൽ സ്ലോപ്ഡ് ഏരിയയിലാണ്, അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡിഫറെൻ്റ് ആവും. ദെൻ സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ, അതായത് റെനോവേഷൻ. ഈ റെനോവേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പോണൻസിൻ്റെ ആൾട്ടറിങ്ങും മൂവിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. സോ റെനോവേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് നമ്മൾ നോർമൽ കൺസ്ട്രക്ഷനേക്കാളും. ദെൻ പ്രൊജക്റ്റ് ആക്സസിബിലിറ്റി. ഇപ്പോൾ വളരെ ഉൾപ്രദേശത്ത്, അതായത് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ റോഡിൻ്റെ ആക്സസിബിലിറ്റി ഒക്കെ കുറവുള്ള ഒരു ഏരിയയിലാണ് കൺസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിൽ അവിടേക്ക് ലേബേഴ്സ് എത്തിപ്പെടാനോ അതേപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരാനൊക്കെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അത്തരം ഏരിയകളിൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് കൂടും. ദെൻ ലേബർ റേറ്റ്സ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ലേബറിൻ്റെ റേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ലേബർ കോസ്റ്റും ഡിഫറെൻ്റ്, അതും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ മെറ്റീരിയൽ കോസ്റ്റ്. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹില്ലി ഏരിയാസിലൊക്കെ വുഡൻ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആണ്, ചീപ്പ്ലി അവൈലബിൾ ആണ്. സോ അത്തരം ഏരിയയിലൊക്കെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈ വുഡൻ്റെ കാര്യത്തിൽ കുറവായിരിക്കും. സിമിലർലി ഇപ്പോൾ ക്വാറീസസ് ഒക്കെ അടുത്തുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോണുകൾ ഈസിലി അവൈലബിൾ ആണ്. അതായത് അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് സൈറ്റിലേക്ക് എത്തിക്കാനുള്ള ഡിസ്റ്റൻസ് കുറവാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക മാത്രമല്ല ചീപ്പ്ലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റും കുറവായിരിക്കും. സോ അത് കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി ജനറൽ എക്കണോമിക് പ്രഷറും
അതായത് ഇന്നത്തെ എക്കണോമിക്കിടെ പ്രഷർ നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ ടൈം ഓഫ് ഇയർ, ഇപ്പോൾ മൺസൂൺ സീസണിലും സമ്മർ സീസണിലും കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡിഫറെൻ്റ് ആവാറുണ്ട്. അതായത് മൺസൂൺ സീസണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്യൂറൊക്കെ ആവാൻ വേണ്ടിയിട്ട് ചില അഡിറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ കോസ്റ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പോയിന്റ് പറയുന്നത് ദർ were the factors affecting the budget of making any structure, but we are here to know more about the construction technique, the technique which help us in reducing the cost of structure. ഇപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രമല്ല, ചില കൺസ്ട്രക്ഷൻ ടെക്നിക്സും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ കോസ്റ്റ് എഫക്റ്റീവ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബോഡീസ് ഓഫ് ഇന്ത്യ ആർ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CBRI, then SCRC സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ, then CASTRA Center for Application of Science and Technology to Rural Areas, then Regional Research Laboratories RRL, then National Environmental Engineering Research Institute NERI. ഇനി എന്തൊക്കെയാണ് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻസ് മെറ്റീരിയൽസ് എന്നുള്ളതിൽ ഫസ്റ്റ് വൺ സ്റ്റെബിലൈസ്ഡ് കംപ്രസ്ഡ് എർത്ത് ബ്ലോക്ക്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഡ് ഫസ്റ്റ് തന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. 5% ഓഫ് സിമെൻറ്റ് ഓർ ലൈം യൂസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം അത് കോമ്പാക്റ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബേണിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി ബേൺ ചെയ്യാണ്ട് നമ്മൾ ആ ബ്ലോക്ക് കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എക്കണോമിക്കലാണ്, സ്ട്രോങ്ങർ ആണ്, എനർജി സേവിങ് ആണ്, സിമ്പിൾ ടു മാനുഫാക്ചറിങ്ങും ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ഫ്ലൈ ആഷ് ജിപ്സം സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്ക്. ഇത് much stronger with less water absorption and cheaper than cement stabilized block. ഇതിൽ 5 to 10% ഓഫ് ഫ്ലൈ ആഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലൈ ആഷ് G. അത് 30% ഓഫ് സിമെൻറ്റ് കൺസ്യൂം. നമ്മൾ സാധാരണ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കുന്ന 30% സിമെൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലൈ ആഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് എഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആ വേസ്റ്റ് പ്രൊഡക്റ്റ്. ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് സ്റ്റെബിലൈസ്ഡ് കംപ്രസ്ഡ് എർത്ത് ബ്ലോക്കും, രണ്ടാമത്തെ ഫിഗറിൽ ഫ്ലൈ ആഷ് ജിപ്സം സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്കും. ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ് ഫ്ലൈ ആഷ് ലൈം ജിപ്സം പ്രൊഡക്റ്റ്. അതായത് ഇതിൽ ഫ്ലൈ ആഷ് ലൈമും കാൽസിനേറ്റഡ് ജിപ്സവും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ 3 ടൈപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മെറ്റീരിയൽ ഫോർ മോട്ടാർ ഓർ പ്ലാസ്റ്റർ, പിന്നെ മേസണറി ബ്ലോക്കായിട്ടും സംടൈംസ് ഫാൽജി കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫ്ലൈ ആഷ് ലൈം ആൻഡ് കാൽസിനേറ്റഡ് ജിപ്സം കൂടെ ബ്ലെൻഡ് ചെയ്തതിന് നമ്മൾ ഫാൽജി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ചില പേയ്മെൻറ്റ്സ്, റോഡ് പേയ്മെൻറ്റ്സിൽ പ്ലെയിൻസ് കോൺക്രീറ്റിലും നമ്മൾ ഫാൽജി കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലേ റെഡ് മഡ് ബേൺ ബ്രിക്ക്. ഇതെന്ന് പറഞ്ഞാൽ അലുമിന റെഡ് മഡ് ഓർ ബോക്സൈറ്റ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഓഫ് അലുമിനിയം പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിൽ കിട്ടുന്ന, അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഓഫ് അലുമിനിയം പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന അലുമിന റെഡ് മഡ് ഓർ ബോക്സൈറ്റ് ക്ലേയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ക്ലേ റെഡ് മഡ് ബേൺ ബ്രിക്ക് ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ക്ലേ ബ്രിക്സിൻ്റെ എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടീസും പൊസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള അലുമിന റെഡ് കറക്റ്റായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനിൽ നിന്ന് നമ്മളതിനെ രക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, മാത്രമല്ല ഇത്തരം ക്ലേ റെഡ് മഡ് ബേൺ ബ്രിക്ക് ഗുഡ് ആർക്കിടെക്ചറൽ വാല്യൂസാണ് നമുക്ക് തരുന്നത്. ഫസ്റ്റ് വണ് ഫ്ലൈ ആഷ് ലൈം ജിപ്സം ബ്ലോക്കായിട്ട്, അതായത് ആ ഫ്ലൈ ആഷ് ലൈം ജിപ്സത്തിൻ്റെ പ്രൊഡക്റ്റ് മാസണറി ബ്ലോക്കായിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ ക്ലേ റെഡ് മഡ് ബേൺ ബ്രിക്ക്. ഇനി അടുത്ത അഞ്ചാമത്തെ പ്രൊഡക്റ്റാണ് പ്രീകാസ്റ്റ് സ്റ്റോൺ ബ്ലോക്ക്. പ്രീകാസ്റ്റ് സ്റ്റോൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ പീസസ് ഉണ്ടാവും വേരിയസ് സൈസിലുള്ളത്.
അപ്പോൾ അത്തരം വേരിയസ് സൈസിലുള്ള സ്റ്റോൺ ബ്ലോക്ക് ലാർജ് സൈസ് നമ്മുടെ നോർമൽ ബ്രിക്കിനേക്കാളും ലാർജർ സൈസസിൽ മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ ഇതിൽ നമ്മൾ സിമെൻറ്റിൻ്റെ കൺസംഷൻ കുറയ്ക്കാനായിട്ട് അതിൻ്റെ ഫേസസ് വളരെ സ്മൂത്താകുന്ന രീതിയിൽ, വളരെ സ്മൂത്തി ആയിട്ട് എത്രത്തോളം തിക്നെസ് കുറയ്ക്കാൻ പറ്റുമോ ആ രീതിയിലാണ് പ്രീകാസ്റ്റ് സ്റ്റോൺ ബ്ലോക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് വൺ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക്. അതായത് സിമിലർ ഡയമെൻഷൻ ഓഫ് സ്റ്റോൺ ബ്ലോക്കാണ് വിത്തൗട്ട് ലാർജ് സൈസ് സ്റ്റോൺ പീസസ്. ഇതിൽ ലാർജ് സൈസ് സ്റ്റോൺ പീസസ് ആയിരിക്കില്ല, പകരം കോഴ്സ് ആൻഡ് ഫൈൻ ഗ്രേഡഡ് സിമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് എക്സലൻറ്റ് പ്രോപ്പർട്ടീസ് കമ്പയർഡ് ടു അതർ മേസണറി ബ്ലോക്സ് ആണ്. പിന്നെ നമുക്ക് എവിടെയൊക്കെ ക്ലേ ബ്രിക്ക് അവൈലബിൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് കോസ്റ്റ് എഫക്റ്റീവ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് വരെ എങ്ങനെയെല്ലാം കോസ്റ്റ് എഫക്റ്റീവ്ലി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയണത്. ഫസ്റ്റ് വൺ നമ്മൾ അടിയിൽ തന്നെ തുടങ്ങുന്നു. ഫൗണ്ടേഷൻ റാൻഡം റബിൾ മേസണറി ഇൻ മഡ് ഓർ സിമൻറ്റ് മോട്ടാർ പ്ലേസ്ഡ് ഇൻ എക്സ്കവേഷൻ ഓവർ thick sand bed. Rubble pointing above ground level in stabilized cement mortar. Use of lean cement concrete mix 1:8:60 for the base with brick masonry in 1:6 cement mortar footings. Use of lean cement concrete mix as above for base and overburn bricks masonry in cement lime mortar footings. Arch foundation in the place of spread foundation. Arch foundation. This type of foundation was used in olden times, wherein spread foundation is replaced by inverted arch. It reduces the construction cost up to 40%. Advantages of this is in soft soils that the depth of foundation can be greatly reduced. Disadvantages is that the end piers have to be specially strengthened by buttresses so as to avoid the thrust to arch action trending to rupture the piers junction. അതായത് ഇതാണ് നമ്മുടെ ആർച്ച് ഫൗണ്ടേഷൻ്റെ ഫിഗർ. ഇതിൽ വളരെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഇൻവേർട്ടഡ് ആർച്ച് ഷേപ്പിലാണ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ സാധാരണ കൺസ്ട്രക്ഷൻ്റെ 40% കോസ്റ്റ് വരെ റെഡ്യൂസ് ചെയ്യും ഈ ആർച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ. ഇപ്പോൾ ആർച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇതിൻ്റെ ഈ ആർച്ച് ഫൗണ്ടേഷൻ്റെ, അതായത് താഴത്തെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത് നമുക്ക് ഈ ആർച്ച് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, നമ്മൾ ഈ ആർച്ചിൻ്റെ എൻഡ്സിൽ ഓരോ പിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ ആ പിയർ ബട്രസസ് എന്ന് പറഞ്ഞ മെത്തഡോളജി വെച്ചിട്ട് മോർ സ്ട്രെങ്തൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പിയർ ജംഗ്ഷനൊക്കെ റപ്ചറായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. നോർമലി ദ ഫൗണ്ടേഷൻ കോസ്റ്റ് കംസ് അബൌട്ട് 10-50% ഓഫ് ദ ടോട്ടൽ ബിൽഡിംഗ്. ഒരു ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ 10-50% ഫൗണ്ടേഷൻ്റെ കോസ്റ്റാണ്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു അഡോപ്റ്റ് എ ഫൗണ്ടേഷൻ ഡെപ്ത് ഓഫ് 2 feet, അതായത് 0.6 meter ഫോർ നോർമൽ സോയിൽ ലൈക്ക് ഗ്രേവലി സോയിൽ, റെഡ് സോയിൽ, എക്സെട്ര. It is suggested to adopt arch foundation in ordinary soils. In case of black cotton and other soft soil, it is recommended to use under-ream pile foundation, which saves about 20-25% in cost over the conventional method of construction. Normally, the foundation cost comes to about 10-50%. Same slide തന്നെയാണ്, plinth. It is recommended to adopt 1 feet height above ground level for the plinth and may be constructed with a cement mortar of 1:6. The plinth slab of
4 to 6 inches which is normally adopted can be avoided, and in its place brick on edge can be used for reducing the cost. അതായത് 4 to 6 ഇഞ്ച് പ്ലിന്ത് സ്ലാബാണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബ്രിക്ക് തന്നെ ആ ഫൗണ്ടേഷൻ്റെ എഡ്ജിൽ നിന്ന് ബ്രിക്ക് തന്നെ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്ത് തുടങ്ങാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. By adopting this procedure, the cost of plinth foundation can be reduced by about 30 to 50%. അതായത് ആ ഫൗണ്ടേഷൻ്റെ 30 to 50%, അത്രയും തിക്നെസ് നമ്മൾ റെഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ആ പ്ലിന്തിൻ്റെ 35 to 50% വരെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇവിടെ ഈ ഏരിയയിലായിട്ടാണ് നമ്മൾ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ കെട്ടി വന്നു. ഗ്രൗണ്ട് ലെവലിന് ടോപ്പിലായിട്ട് ബേസ്മെൻറ്റിൻ്റെ മുകളിലായിട്ട് പ്ലിന്ത് പ്രൊവൈഡ് ചെയ്തേക്കണതാണ്. ദെൻ വാൾ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ്ലി കൺസ്ട്രക്ട് ചെയ്യാം അത് പറയുന്നതാണ്. എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് വാളിൻ്റെ construction cost reduce ചെയ്യാം. Brick work in 1:6 cement mortar using bricks from black cotton and inferior soil stabilized with fly ash. Rat trap bond brickwork in 1:2:12 cement lime mortar or 1:1.5:3 cement sand mortar. Hollow concrete block masonry in cement mortar. Compressed mud blocks masonry in mud mortar. Stabilized mud blocks masonry in stabilized mud mortar. Sand lime brick walls in 1:6 cement mortar. Falgi sand block with 1:6 cement mortar. അത്ര മെറ്റീരിയൽസാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലേതെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ട്. ദെൻ while laying bricks, the manner in which they overlap is called the bond. The rat trap bond is laid by placing the brick on their sides having a cavity of 100 mm with alternate course of stretcher and header. അതായത് ഒരു റാറ്റ് ട്രാപ്പ് ബോണ്ട്, അതായത് നമ്മൾ ബ്രിക്ക് ഓവർലേ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോണ്ടിൽ നമ്മുടെ സെൻട്രൽ പോർഷനിലായിട്ട് 100 mm ഒരു ക്യാവിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ബ്രിക്ക് വെക്കേണ്ടതെന്ന്. അപ്പോൾ അത്രയും ഏരിയാസിൽ നമ്മൾ ബ്രിക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റും റെഡ്യൂസ് ആവുന്നുണ്ട്. പിന്നെ ദ ഹെഡർ ആൻഡ് സ്ട്രെച്ചർ ആർ സ്റ്റേഗ്ഡ് ഇൻ സബ്സിക്വൻറ്റ് ലെയർ ടു ഗീവ് മോർ സ്ട്രെങ്ത് ടു ദി wall. This technology has about 25% overall saving on cost of a building of traditional 9-inch constructions. The structure has proven its strength to go up to 3 floors with the support of brick columns. With this technique, there is reduction in cost of the wall by 25%. As with conventional English bond, 350 bricks are required per meter cube. Whereas in rat trap bond only 280 bricks are required, and also the reduced number of joints reduces the mortar consumption. എങ്ങനെയൊക്കെ ഇത് റെഡ്യൂസ് ആവുന്നുണ്ട്, അതായത് റാറ്റ് ട്രാപ്പ് ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ 280 ബ്രിക്സ് റിക്വയർഡ് ആവുന്നുള്ളൂ. അതായത് 350 ബ്രിക്സ് യൂസ് ചെയ്യുന്നിടത്ത് റാറ്റ് ട്രാപ്പ് യൂസ് ചെയ്യുമ്പോൾ 280 ബ്രിക്സ്. അപ്പോൾ അത്രയും ബ്രിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഇനി പറയുന്ന മറ്റൊരു മെത്തേഡാണ് ബ്രിക്ക് ജാളി. ബ്രിക്ക് ജാളി എന്ന് പറഞ്ഞാൽ ദ കോമൺ ബേൺ ബ്രിക്ക് ഈസ് വൺ ഓഫ് മാൻസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ all over the world with only a few exceptions. Nearly all bricks are roughly the same shape and size, that is about 9 into 4.5 into 3 inches. The many of these situations listed above a jali is just a effective, far from being a lot more costly than the basic wall. If made of brick, it can be less costly than the house wall. Brick jali can be used instead of parapet wall or boundary walls. അതായത് പാരപ്പറ്റ് വാളിനോ അല്ലെങ്കിൽ ബൗണ്ടറി വാൾസിൻ്റെ ഏരിയസിലൊക്കെ നമുക്ക് ബ്രിക്ക് ജാലി പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ
ഇങ്ങനത്തെ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ആസ്തറ്റിക് അപ്പിയറൻസും ആണ്, അതേമാതിരി തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് ഒരുപാട് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ വാൾ ബെയറിംഗ് അല്ലാത്ത ഏരിയാസിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യാം, ബ്രിക്ക് ജാളീസ് പ്രൊവൈഡ് ചെയ്യും. ഇതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ലൈറ്റ് നമ്മുടെ വീടായാലോ അല്ലെങ്കിൽ വേറെ എന്തായാലും ഒരുപാട് ലൈറ്റ് റൂമിലേക്ക് അവൈലബിളും ആവും, അതേമാതിരി കോസ്റ്റും കുറയും. ഇനി മോർ മെത്തേഡ് ബ്രിക്ക് മീൻസ് വാൾ കൺസ്ട്രക്ഷനിൽ കോസ്റ്റ് എഫക്റ്റീവ് ആവാനുള്ള മോർ മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. 2 മെത്തേഡും കൂടി ഉണ്ട്. സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ടെക്നോളജി. സോയിൽ ബ്രിക്ക് ബ്ലോക്ക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് വാൾ ഈസ് ബൈ സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ഇൻ പ്ലേസ് ഓഫ് ബേൺ ബ്രിക്ക് മേസണറി. അതായത് ബേൺ ബ്രിക്ക് മേസണറിയുടെ അവിടെ നമ്മൾ സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ്സ് എൻ എനർജി എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ വേർ സോയിൽ മിക്സ്ഡ് വിത്ത് 5% ആൻഡ് എബവ് സിമെൻറ്റ് ആൻഡ് പ്രസ്ഡ് ഇൻ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ ആൻഡ് ക്യൂർഡ് വെൽ ആൻഡ് ദെൻ യൂസ്ഡ് ഇൻ ദ മേസണറി. അതായത് നമ്മുടെ സോയില് 5% സിമെൻറ്റ്, സോയിലിൻ്റെ 5% സിമെൻറ്റ് ആഡ് ചെയ്ത് കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്ത് മെഷീനിൽ പ്രസ് ചെയ്ത് ക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ദ ഓവറോൾ എക്കണോമി ദാറ്റ് കുഡ് ബി അച്ചീവ്ഡ് വിത്ത് ദ സോയിൽ സിമെൻറ്റ് ടെക്നോളജി ഈസ് അബൌട്ട് 50 to 20% കമ്പയർഡ് ടു ദി കൺവെൻഷണൽ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ആണ് കോൺക്രീറ്റ് ബ്ലോക്ക് വാളിംഗ്. In view of high energy consumption by burnt brick, it is suggested to use concrete block. അതായത് ഒരുപാട് ഹൈ ബേൺ ബ്രിക്ക് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് സജസ്റ്റ് ചെയ്യാം, which consumes about only 1/3 of the energy of the burnt brick in its production. Concrete block masonry saves mortar consumption, speedy construction of wall, resulting in higher output of labor. Plastering can be avoided, thereby an overall saving of 10 to 25% can be അച്ചീവ്ഡ്. ഇനി അടുത്തതാണ് റൂഫ്സിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തൊക്കെ തരത്തിൽ കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡോംസ് ആൻഡ് വോൾസ് ഇൻ ബ്രിക്ക് ഓർ സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്ക് വിത്ത് അപ്രോപ്രിയേറ്റ് മോട്ടർ. ഡോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കർവ്ഡ് ഷേപ്പ്. അപ്ഗ്രേഡ് thatch roof on appropriate framework. Precast RCC L panel, precast RCC cord unit in M15 concrete, precast RCC channel unit in M15 concrete, precast waffle unit in M15 concrete, burned clay tube roofing in vault form. ഇനി അത്തരം റൂഫുകൾ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് റൂഫ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്ലാബ്സ് ആയിട്ട് ഇത്തരം സിസ്റ്റംസ് അല്ലെങ്കിൽ ഇത്തരം ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫില്ലർ സ്ലാബ്, ദെൻ partly precast RCC planks and joist in M50 concrete, partly precast RCC joist and brick panels, partly precast RCC in hollow concrete blocks, thin RCC ribbed slabs, ferrocement channels, brick funicular shell on edge beam, bamboo reinforced concrete, brick funicular shell with RCC edge beams, brick jack arched over RCC joist, precast RCC cord unit in M50 concrete, precast RCC channel unit in M50 concrete. Opening in the form of arch with local material. അപ്പം നമ്മളിതിൽ പറയുന്നത് സാധാരണയായിട്ടൊരു ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത്, അതായത് കോസ്റ്റ് എഫക്റ്റീവ്ലി ആയിട്ട് നമുക്ക് ആ ലിൻഡലിൻ്റെ ഏരിയയിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ക്ലാസ് ആയിട്ടുള്ള ബ്രിക്ക് മേസണറി ആർച്ച് പ്രൊവൈഡ് ചെയ്യാനാണ്. അത് 30 to 40% നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആർച്ചസ് ആർ എൻ എക്കണോമിക്കൽ ആൻഡ് ആസ്തറ്റിക് മീൻ ഓഫ് സ്പാനിങ് ഓപ്പണിങ്സ്. ആർച്ചസ് ക്യാൻ ബി കോസ്റ്റ് എഫക്റ്റീവ് ഓൾട്ടർനേറ്റീവ് ടു ദി lintels.
The traditional RCC lintels, which are costly, can be replaced by brick arches for small spans and save construction cost up to 30 to 40% over the traditional method of construction. ഇനി ഡോറിൻ്റെ പാനൽസ് ഈ താഴെ പറയുന്ന മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. പ്ലാന്റേഷൻ ടിമ്പർ സ്റ്റൈൽസ് വിത്ത് പാർട്ടിക്കിൾ ബോർഡ് ഇൻസേർട്ട്, മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് ഡോർസ്, സിമെൻറ്റ് ബോണ്ടഡ് പ്ലാസ്റ്റിക് ബോർഡ്, പ്ലാന്റേഷൻ ടിമ്പർ സ്റ്റൈൽ വിത്ത് റൈസ് ഹസ്ക് ബോർഡ് ഇൻസേർട്ട്, റെഡ് മഡ് പോളിമർ പാനൽ ഡോർസ്, ഫെറോ സിമെൻറ്റ് ഡോർസ്, പോളിവിനൈൽ ക്ലോറൈഡ് ഡോർസ് പാനൽസ്. ഇനി ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? സാനിറ്ററി, ഇലക്ട്രിസിറ്റി, പെയിൻറ്റിങ്, ഇതൊക്കെയാണ് ഫിനിഷിംഗ് ഐറ്റംസ് പറയുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ടായിരിക്കും കോസ്റ്റ് ഉണ്ടാവുക. അതായത് സാനിറ്ററി ഐറ്റംസ് നമ്മൾ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ബ്രാൻഡഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഭയങ്കര റേറ്റ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി മെറ്റീരിയൽസ് ആയാലും പെയിൻറ്റിങ് ആയാലും ഹൈ ബ്രാൻഡഡ്, അതായത് ഒരു ബ്രാൻഡിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ പൈസ. അപ്പോൾ നമ്മൾ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുമ്പോൾ അത്രയും പൈസ, ചീപ്പ് ബ്രാൻഡ് നോക്കി മേടിക്കുമ്പോൾ അത്രയും പൈസ. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ കോസ്റ്റ് ഓഫ് ഫിനിഷിംഗ് ഐറ്റംസ് ലൈക്ക് സാനിറ്ററി, ഇലക്ട്രിസിറ്റി, പെയിൻറ്റിംഗ് എക്സെട്ര വാരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് യൂസ്ഡ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് ലെഫ്റ്റ് ടു ദ ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ലൈക്കിംഗ്. ഇനി നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് 4 മെത്തേഡാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 4 മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റാപ്പിഡ് വാൾ കൺസ്ട്രക്ഷൻ, സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് മേസണറി, വോയിഡഡ് സ്ലാബ് ടെക്നോളജി ആൻഡ് ഫില്ലർ സ്ലാബ് ടെക്നോളജി. അത് 4 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റാപ്പിഡ് വാൾ കൺസ്ട്രക്ഷൻ. റാപ്പിഡ് വാൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് വോള് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. അതായത് മെയിനായിട്ട് ചില പാനൽസ് യൂസ് ചെയ്തിട്ട്, അതായത് മേസണറി അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ല, സ്ട്രെങ്ത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാനൽസ് മേക്ക് ചെയ്തിട്ട് ആ പാനൽ നമ്മുടെ സൈറ്റിൽ ഫൗണ്ടേഷൻ്റെ മേലെ, ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ്റെ മേലെ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ബാർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ആ പാനൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ബാർസിൻ്റെ മേലെ കറക്റ്റായിട്ട് നമ്മുടെ പാനൽ കൊണ്ടുവച്ച് 4 ഇപ്പോൾ വാൾസ് 4 സൈഡാണെന്നുണ്ടെങ്കിൽ ആ 4 സൈഡ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് പെട്ടെന്ന്, അതായത് ബ്രിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെയോ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതിന് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ജസ്റ്റ് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി. അങ്ങനത്തെ ഒരു പാനൽ വെച്ച് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് റാപ്പിഡ് വാൾ കൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ ബ്രിക്കും അതേപോലെ തന്നെ സ്റ്റോണൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. Rapid wall is a revolutionary, low-cost, prefabricated walling product with a board construction application from load-bearing walls for individual domestic cottages and multi-story residential building to formwork for suspended concrete floor structure. They are cut and detailed to suit requirement including door and window പെനിട്രേഷൻസ്, അതായത് വിൻഡോസിൻ്റെയും ഡോറിൻ്റെ ഒക്കെ കറക്റ്റായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള സൈസിൽ വെട്ടി, അതായത് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ആ വാള് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. കൺസ്ട്രക്ഷൻ യൂസിങ് റാപ്പിഡ് വാൾ ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് എലിമിനേറ്റ് ദ നീഡ് ഓഫ് ബ്രിക്ക് ബ്ലോക്ക് വാൾ ഫ്രെയിമിംഗ് ആൻഡ് വാൾ ബോട്ട്. As panels are waterproof gypsum composite that only require texture finish externally and flushed internally, ready for painting. Panels are 125 mm thick with wall thickness of 30 to 15 mm, webs at 250 mm centers and web thickness of 20 mm. Due to this, the hollow cores can be filled with R2.5 insulation to give very good insulation and acoustic qualities. The panel have a 3-hour structural adequacy rating. Panels can also be concrete filled with 32 MPa concrete and will then give a 4-hour fire rating. This could be seen as very good aspect of the product for failure
the product for future security against fire, and with careful design in other areas may give greater longevity compared to normal construction. When panels are filled, they can be insulated externally using isoform insulation and texture finished. Materials used for rapid wall constructions are calcinated plaster, fiberglass rovings, waterproofing agent, water setting additives. നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കറക്റ്റായിട്ട്, അതായത് എങ്ങനെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ യൂട്യൂബിൽ ജസ്റ്റ് പോയിട്ട് റാപ്പിഡ് വാൾ കൺസ്ട്രക്ഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽസ് ആ വാൾ പാനൽസ് യൂസ് ചെയ്യാൻ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഈ പറഞ്ഞ 5 എണ്ണം. ഇനി അടുത്തതാണ് സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് മേസണറി. അതായത് സോയില് സിമെൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് മേസണറി എന്ന് പറയുന്നത്. The probability of burnt bricks and their low maintenance is a major factor for their high usage in various type of construction project. But the former advantages of the burnt can enhance the cost involved in the construction project, especially if it is far from the production place of the burnt bricks. The solution to reducing the cost of transportation is to use soil cement block technology. Soil cement block technology uses both local soil and local labor, which make it a more accessible option for the construction process. Its production also employ considerably less use of thermal energy, making it preferable for the environment as well. The type of soil befitted to yield successful results from the soil cement block technology primarily depends on the composition of the soil, the density of the block, and the content of the cement. The process of producing soil cement blocks are soil testing, block pressing, and staking and curing. ഇനി അടുത്തതാണ് വോയിഡഡ് സ്ലാബ് ടെക്നോളജി. വോയിഡഡ് സ്ലാബ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കോൺക്രീറ്റ് RCC കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ടെൻഷൻ സോണിൽ നമ്മൾ സാധാരണ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റീൽസ്. ആ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ യൂസ് ഒട്ടും തന്നെ ഇല്ല. അവിടെ കോൺക്രീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 യൂസേഴ്സാണ് ഉള്ളത്. ഒന്ന് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് ദ സ്ട്രക്ചറും നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ 2 അഡ്വാൻറ്റേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലർ സ്ലാബ് ടെക്നോളജിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫില്ലർ സ്ലാബ് ടെക്നോളജിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എ വോയിഡഡ് കോൺക്രീറ്റ് സ്ലാബ് ഈസ് എ സിസ്റ്റം ദാറ്റ് റിമൂവ്സ് ദ നോൺ വർക്കിംഗ് ഓർ എക്സസ് കോൺക്രീറ്റ് ഫ്രം ദ സ്ട്രക്ചറൽ സ്ലാബ് ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് void formers. One of the main disadvantages of conventional solid slab is their weight, which not only imposes strain on itself but also puts a huge burden on the building and the foundation. മനസ്സിലായില്ലേ? അതായത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ലാബിൻ്റെ വെയിറ്റ്, അത്രയും വെയിറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ താഴത്തെ ആ ടെൻഷൻ ഏരിയയിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് ഒന്നും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് വേസ്റ്റ് മെറ്റീരിയലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ നമുക്ക് കളയാം. അത് അത്തരം മെറ്റീരിയൽ വെറുതെ നമുക്ക് ലോഡ് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രക്ചറിനും അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷനും കുറച്ചുകൂടെ ലോഡ് കൂടുതൽ കൊടുക്കുന്നു എന്ന് ഉള്ളൂ, അവരെ കുറച്ചും കൂടെ പാടുപെടുത്തുന്നു. ഓക്കെ, ദ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് എൻജിനീയർഡ് വോയിഡ്സ് വിത്ത് എ സോളിഡ് സ്ലാബ് സിസ്റ്റം ഹെൽപ്സ് ടു റെഡ്യൂസസ് ദ ഓവറോൾ വെയിറ്റ് ഓഫ് ദി സ്ലാബ് സിസ്റ്റം. The voided slab system provides a huge opportunity to reduce the cost and the environmental impact without compromising with the performance of the structure. ഇവിടെ ഫിഗറിൽ കാണിക്കുന്നത് നമ്മൾ കറക്റ്റ് ക്ലിയർ കവർ അവിടെ താഴെ കണ്ടില്ലേ, ലാറ്റിസ് ഗേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടം റിയർ മെഷിൻ്റെ മേലെയായിട്ട് നമ്മൾ ലാറ്റിസ് ഗേർഡർ കൊടുത്തിട്ടുണ്ട്. ആ ലാറ്റിസ് ഗേർഡർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ സ്പേസിങ് പ്രൊവൈഡ്, അതായത് ക്ലിയർ കവർ കൊടുത്തിട്ട് അവിടെ അതിൻ്റെ മേലെ ആ ക്ലിയർ കവറിൻ്റെ മേലെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്ലാസ്റ്റിക് ബോൾസ്,
അതായത് വോയിഡഡ് പ്ലാസ്റ്റിക് ബോൾസ് ആണ്. ആ പ്ലാസ്റ്റിക് ബോൾസിൻ്റെ ഉള്ളിൽ വാക്വമാണ്. അത്തരം ബോൾസ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത്തരം ഏരിയയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നു. Void formers are employed to make voided slabs to eliminate unnecessary concrete. It hence reduces the weight of the slab and improve the structural capacity and span length of the slab. The void formers are placed in the slab in a grid arrangement. It is arranged using temporary supports. Steel mesh is commonly used to create a framework as they create optimal geometric proportions between the voids, concrete and the reinforcement. Okay. A voided concrete slab system can be constructed using either of the following voided formers. അതായത് void ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതിൽ ഒന്നെങ്കിൽ ബബിൾ ഡെക്ക് കൊടുക്കാം, കൊബിയാക്സ് കൊടുക്കാം, യു ബൂട്ട് ബെൽട്ടൺ കൊടുക്കാം, ബി പ്ലേറ്റ് സിസ്റ്റം കൊടുക്കാം, അല്ലെങ്കിൽ എയർ ഡെക്ക്. ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് നമ്മൾ വോയിഡഡ് ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഫില്ലർ സ്ലാബ് ടെക്നോളജി. നേരത്തെ പറഞ്ഞ വോയിഡഡ് സ്ലാബ് പോലെ തന്നെയാണ് ഫില്ലർ സ്ലാബ് ടെക്നോളജി. ദ ഫില്ലർ സ്ലാബ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് for roofs which are simply supported, the upper part of the slab is subjected to compressive forces and the lower part of the slab experience tensile forces. Concrete is very good in withstanding compressive forces and steel bears the load due to tensile forces. Thus, the lower tensile region of the slab does not need any concrete except for holding the steel reinforcement together. നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. Therefore, in a conventional RCC slab, lot of concrete is wasted and it needs extra reinforcement due to added load of the concrete which can otherwise be replaced by low cost and lightweight filler materials which will reduce the dead weight as well as the cost of the slab to 25%. അതായത് നേരത്തെ നമ്മൾ വോയിഡഡ് ഫോംസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ സ്ട്രക്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ സ്ലാബ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫില്ലർ മെറ്റീരിയൽസ് ആണ് ടെൻസൈൽ ഏരിയയിൽ ടെൻസൈൽ സ്ട്രെസ്സസ് ഉള്ള ഏരിയയിൽ നമ്മൾ കോൺക്രീറ്റിന് പകരമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദ സിംപ്ലസ്റ്റ് ഫില്ലർ ഈസ് ടു യൂസ് 2/5 ഗ്രേഡ് മാംഗ്ലൂർ ടൈൽസ്. That is what is used in our project. They do not have any structural value. They are mere fillers. The different materials that can alternatively be used are waste and cheap like country tile, earthen pots, hollow blocks, coconut shells, thermocol, etc. Beside the roof, this technique can also be used for the windows and shades. ഇത് കണ്ടോ, ഈ പറയുന്ന പോലത്തെ പോട്ടോ അല്ലെങ്കിൽ ടൈൽസോ റൂഫ് ടൈൽസോ എന്തെങ്കിലുമൊക്കെ ടൈൽസ് നമ്മുടെ താഴത്തെ അതായത് ടെൻഷൻ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.